92ാമത് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ഇന്ന് രാവിലെ 7:30 മണിക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. 3 ദിവസങ്ങളിലായി 10 സമ്മേളനങ്ങളിലായി തീർത്ഥാടനം നടക്കും. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ശിവഗിരിയിൽ നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുകയാണ്. അദ്ദേഹം രാവിലെ പതാക ഉയർത്തിയ ദൃശ്യമാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് പതാക ഉയർത്തിയത്. ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതീഷ്? SKN 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് അല്പസമയം മുമ്പാണ് കൊടിയേറിയത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ഈ ശിവഗിരിക്ക് മുന്നിലുള്ള കൊടിമരത്തിൽ പതാക ഉയർത്തിയത്. ഈ പതാക ഉയർത്തലോടുകൂടി തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആയിരുന്നു ഇന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. പക്ഷേ ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് എത്താൻ കഴിയാതിരുന്നത്. നിലവിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് ഇന്ന് രാവിലെ 10 മണിക്ക് ശിവഗിരി തീർത്ഥാടനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ശിവഗിരിയിൽ വലിയ തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീനാരായണ ദർശനത്തിനായി നിരവധി തീർത്ഥാടകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പദയാത്രകൾ ഓരോന്നും ശിവഗിരിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പദയാത്രകളെല്ലാം തന്നെ ശിവഗിരിയിൽ എത്തിച്ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് പ്രധാനമായും വിവിധ സമ്മേളനങ്ങൾ ശിവഗിരിയിൽ നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയ ശേഷം പിന്നീട് ശാസ്ത്ര സാങ്കേതിക സമ്മേളനമാണ് നടക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം, ഒപ്പം ആരോഗ്യ ശുചിത്വ സമ്മേളനം അടക്കം ശിവഗിരിയിൽ ഇന്ന് നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്, തീർത്ഥാടകരുടെ തിരക്ക് ശിവഗിരിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ശിവഗിരിയിൽ എത്തുന്ന ഓരോ തീർത്ഥാടകർക്കും കൃത്യമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ശിവഗിരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ തീർത്ഥാടകർക്കായി പ്രത്യേക ട്രെയിൻ സർവീസുകളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർ ശിവഗിരിയിൽ എത്തിയാലും അവർക്ക് കൃത്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ട്രസ്റ്റ് ഭാരവാഹികൾ അടക്കം അറിയിച്ചിരിക്കുന്ന കാര്യം. ഓരോ ജില്ലകളിൽ നിന്നും പദയാത്രകൾ രാവിലെ മുതൽ തന്നെ ശിവഗിരിയിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശിവഗിരിയിൽ എത്തിയ തീർത്ഥാടകരുടെ ഒരു തിരക്കാണ്. ഈ തീർത്ഥാടകർ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശിവഗിരിയിൽ ദർശനം നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ വരുന്ന 3 ദിവസമായിരിക്കും ശിവഗിരിയിൽ എത്തുന്നത്. 30, 31, 1 തീയതികളിലാണ് ശിവഗിരി തീർത്ഥാടനം പ്രധാനമായും നടക്കുന്നത്. ഈ ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് എത്തുന്നത്. ഈ മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ ഈ ഒരു തീർത്ഥാടന കാലം കൂടിയാണ് വീണ്ടും ശിവഗിരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരവധി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഓരോ മണിക്കൂറിലും ശിവഗിരിയിൽ ദർശനം നടത്താൻ എത്തുന്നുണ്ട്. റോഡ് മാർഗ്ഗം MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. 92ാമത് വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ഇന്ന് രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ വർക്കല ശിവഗിരി സന്ദർശിക്കുകയാണ്.